ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജെഡ് വൈൻ പ്ലാന്റിനെ കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഇത് നല്ല ഭംഗിയിൽ ഇവിടെ ജെഡ് വൈൻ പൂത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജെഡ് വൈനിൻ്റെ ഈ പന്തലിൻ്റെ അകത്തുകൂടി ഒന്ന് നടന്ന് നോക്കാം. കണ്ടോ, വിശാലമായിട്ട് ഇങ്ങനെ ജെഡ് വൈൻ ഇങ്ങനെ പൂത്ത് ഉലഞ്ഞിവിടെ നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാഴ്ചയാണിത്. ഇത് കേട്ടോ, ഇതിൻ്റെ ഒരു പൂക്കളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ റെഡ് കളർ മാത്രമല്ല, ഇതിൻ്റെ ഇതളുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പക്ഷികളുടെയൊക്കെ ചുണ്ട് പോലെ, തത്തമ്മയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചുണ്ട് പോലെയാണ് ഇത് ശരിക്കും ഇരിക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു പൂവെന്ന് പറഞ്ഞാൽ. പ്രകൃതി ഇത്ര നന്നായിട്ട് ഈ ഒരു പൂവിനെ ഇങ്ങനെ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് ഭയങ്കര അതിശയം തോന്നും. ശരിക്കും പറഞ്ഞാൽ നല്ല വലിപ്പമാണ് കേട്ടോ. സാധാരണ പൂക്കളെയൊക്കെ അപേക്ഷിച്ച് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഈ ഒരു ജെഡ് വൈൻ്റെ പൂവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്രീപ്പറുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈംബിംഗ് പ്ലാന്റുകളൊക്കെ ആണെങ്കിലും അതിനെല്ലാം ബാക്കിയുള്ള എല്ലാ പ്ലാന്റുകളെ അപേക്ഷിച്ച് വലിയ പൂക്കളുണ്ടാകുന്ന ഒരു ക്ലൈംബിംഗ് പ്ലാന്റാണ് ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ കൂടെയൊക്കെ വളർത്താം കേട്ടോ. അപ്പം ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർക്ക് സംശയമുണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ പിടിക്കുമോ, അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ വാങ്ങിച്ച് വെച്ചാൽ പൂക്കളുണ്ടാകുമോ, അതോ ഇങ്ങനെ ചെടി വെറുതെ പന്തലിൽ കയറി നിൽക്കുകയുള്ളോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേർക്ക് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഒത്തിരി കൂട്ടുകാർക്ക് പ്ലാന്റ് അയച്ചു കൊടുത്തു. പിന്നെ ഇത് വളർത്താനായിട്ട് നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. വെറുതെ മറ്റുള്ള പ്ലാന്റൊക്കെ വാങ്ങിച്ച് നട്ട് വെക്കുന്ന പോലെ അല്ല, ഇത് ലെയർ ചെയ്തെടുക്കുന്ന തൈകളാണ്. അപ്പോൾ അതിനെ അതേ രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ ഈ ഒരു ചെടി നന്നായിട്ട് തന്നെ വളരുകയുള്ളൂ. അപ്പോൾ പലരും ഇത് വാങ്ങിച്ചിട്ട് ഒത്തിരി പേർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് വാങ്ങിക്കുമ്പോൾ നമുക്കിതിനെ നന്നായിട്ട് കെയർ ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി വാങ്ങിക്കാവുള്ളൂ. അതല്ലെങ്കിൽ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ജെഡ് വൈൻ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ ചെടി ചുമ്മാ സാധാരണ പോണക്കുള്ള ഒരു ചെടിയല്ലാന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്ര നല്ല ചെടിയെന്ന് പറയുമ്പോൾ, ഇത്രയും വിലപിടിപ്പുള്ള ചെടിയെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അതേ രീതിയിൽ കെയർ ചെയ്യണം. ഒരു സാധാരണ മറ്റുള്ള ഏതൊരു ക്രീപ്പർ പ്ലാന്റ് അല്ലെങ്കിൽ ക്ലൈംബിംഗ് പ്ലാന്റ് ഒന്നും വെക്കുന്ന പോലെ അല്ല ഈ ഒരു ചെടിയെ. നല്ല സംരക്ഷണം കൊടുത്ത് തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് പലരും ഇത് വാങ്ങിച്ചിട്ട് എങ്ങനെ സാധാ പോലെയൊക്കെ നടന്നുകൊണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടി എന്തുകൊണ്ടാണ് പലരുടെയും കിളുക്കാതെ പോയതെന്ന്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇത് അയച്ച കൂട്ടത്തിൽ നമുക്ക് മീതി വന്ന ഒരു തൈ ഉണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് അത് ഇപ്പോൾ ഏകദേശം ഫ്ലവർ ആകാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെറിയ രീതിയിലൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിതിനെ വളർത്താൻ പറ്റും കേട്ടോ. പക്ഷേ ഇതാണ് കുറച്ചൊരു ശ്രദ്ധ കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതേക്കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഇതുപോലെയുള്ള ചട്ടികളിലൊക്കെയാണ് ഈ ഒരു ചെടി വെക്കുന്നത്. പിന്നെ സാധാരണ ചെറിയ പ്ലാസ്റ്റിക് ചട്ടികളിൽ വെച്ചാലായിട്ട് ഇതിൻ്റെ വേരുകൾക്കൊക്കെ നല്ല വലിപ്പം വയ്ക്കുന്ന വേരുകളാണ്. അപ്പോൾ ഒന്നെങ്കിൽ നല്ല വലിപ്പമുള്ള പ്ലാസ്റ്റിക് ചട്ടികളിലോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ താമരയൊക്കെ വളർത്തുന്ന അങ്ങനത്തെയൊക്കെയുള്ള വലിയ ബേസൺ പോലൊക്കെയുള്ള ചട്ടികളിലൊക്കെ നമുക്ക് ഈ ചെടി വളർത്താവുന്നതാണ്. പിന്നെ ഏറ്റവും നല്ലത് ഇത് നിലത്ത് വളർത്തുന്നത് തന്നെയാണ് കേട്ടോ. നിലത്ത് വളരുമ്പോൾ ഇതിൻ്റെ വേരുകൾ നന്നായിട്ട് മണ്ണിലൂടെ പടരുകയും ചെടിക്ക് ഒരുപാട് നല്ല കരുത്തോടെ ചെടി വളരുകയും ഒരുപാട് നല്ല പടർന്ന് വളരുന്നതൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് ഏറെയും നിലത്ത് വളർത്താൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ വളർത്തുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ തണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല വണ്ണമുള്ള തണ്ടുകളാണ്. അത് ഏകദേശം ഒരു 2 വർഷം പ്രായമാകുമ്പോഴത്തേനും നല്ല മരം പോലെ ആകുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 വർഷം പ്രായമായിട്ടുള്ള ഒരു തൈയാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ചെടി അയക്കാനായിട്ടുള്ള ഒരു പരുവാകുന്നത്. അപ്പോൾ ഇത് ഈ നല്ലതായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ പിറ്റേ വർഷം ഇത് ഫ്ലവറായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇതുപോലെയാണ് ഈ ചെടി നമ്മളെല്ലാ കൂട്ടുകാർക്കും അയച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തണ്ടൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ ഇതിൻ്റെ പലർക്കും ഇത് നീളമുള്ള തണ്ടൊക്കെ ആകുമ്പോൾ ആ തണ്ട് കട്ട് ചെയ്തിട്ട് വേണം നടുമ്പോഴാണെങ്കിലും നടാനായിട്ട്. ഇത് ഒരു പയറിയടിയുടെയൊക്കെ പോലെയുള്ള വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മണ്ട ഒക്കെ ഞുള്ളി കളഞ്ഞെന്ന് വെച്ചിട്ട് ഇതിന് യാതൊരു കുഴപ്പവും വരത്തില്ല. അല്ലാതെ ഇതിൻ്റെ വള്ളി
അയ്യോ ഒടിഞ്ഞു പോയല്ലോ, അല്ലെ വള്ളി ഇല്ലാതെ ഇനി ഇത് കിളുക്കുവോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പയറിൻ്റെ മണ്ടയൊക്കെ ഞുള്ളി വിടുന്ന പോലെ തന്നെ ഇതിൻ്റെയും ഇങ്ങനെ മുകൾ വശം നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിന് പുതിയ ശിഖരങ്ങൾ ഒരുപാട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചെടി വളർത്തുന്നത്. പിന്നെ ഇതിന് വളമെന്ന് പറയാനായിട്ട് നമ്മൾ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന എല്ലാ വളങ്ങളും കൊടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല. നടുമ്പോൾ അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ നമ്മൾ ബാക്കിയുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ അതേ രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കിയാണ് നമ്മളിവിടെ ഇത് നട്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ DAP കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിന് ഫ്ലവർ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ സംരക്ഷിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ആദ്യം നമ്മൾ നട്ട് കുറച്ച് ദിവസം ഇതിനെ അധികം വെയിൽ കൊള്ളാതെയും അതുപോലെ തന്നെ അധികം മഴ കൊള്ളാതെയും നോക്കണം. നല്ല മഴക്കാലത്താണ് ഈ ഒരു ചെടിയുടെ തൈ എല്ലാവരും വാങ്ങിക്കുന്നത്. അപ്പോൾ നട്ട് കഴിയുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ചെടിയുടെ ചുവട് അങ്ങ് ചീഞ്ഞു പോവുകയും അങ്ങനെ ചെടി നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പോട്ടിംഗ് മിക്സ് കറക്റ്റ് ആയിരിക്കണം. പോട്ടിംഗ് മിക്സിനകത്ത് ഇങ്ങനെ ഒരുപാട് ചള്ള കെട്ടുന്ന മണ്ണോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. നല്ലതായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ ആയിരിക്കണം ഉണ്ടാക്കുന്നത്. ഇനിയും നമ്മൾ നടുന്ന സമയത്ത് നമുക്ക് വളങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാവുന്നതാണ്. അതിനുശേഷം പിന്നൊക്കെ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇത് വളരുന്ന അനുസരിച്ചിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ കെയർ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നല്ല വെയിൽ കിട്ടണം. സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രമേ ഈ ചെടി നല്ലതായിട്ട് ഫ്ലവർ വരുത്തുള്ളൂ. ഇതുപോലൊക്കെ പൂക്കണമെങ്കിൽ നല്ല സൺലൈറ്റ് തന്നെ കിട്ടണം. പിന്നെ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ കമ്പി അങ്ങനത്തെയൊക്കെ ഇട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പന്തൽ വേണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ പയറുചെടിക്കൊക്കെ കുത്തി കൊടുക്കുന്നത് പോലെയുള്ള പന്തലുകളൊക്കെ മതി. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ചെറിയ കമ്പൊക്കെ വെച്ചിട്ട് മാത്രമേ ഇതിന് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് കാശ് മുടക്കി ഭയങ്കര വിലപിടിപ്പുള്ള കമ്പിയൊക്കെ മേടിച്ച് അങ്ങനെ മാത്രമേ ഇത് വളരുള്ളൂ എന്ന് പലരും പറയുന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇത് എവിടെയാണോ ഇതിന് പടരാൻ സൗകര്യം അങ്ങനെ പടർന്നോളും. പിന്നെ നമുക്ക് മതിലിലൊക്കെ വേണമെങ്കിലും പടർത്തി വിടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോഴത്തേനും നമ്മളിതിനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ വിടുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഇനി ബൊഗെയിൻവില്ലയുടെയൊക്കെ പോലെ തന്നെ ഇത് സീസണായിട്ടുള്ളൊരു പ്ലാന്റാണ്. എല്ലാ സമയത്തും ഇതുപോലെ ഫ്ലവർ കാണില്ല. പക്ഷേ ഫ്ലവർ തുടങ്ങിയാൽ ഒരു 6 മാസക്കാലം ഇതുപോലെ തന്നെ ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ഫ്ലവർ വരുന്നത് ഏകദേശം ഒരു മെയ് ജൂൺ ആ ഒരു സമയത്താണ്. പക്ഷേ അത് ഒരു ഡിസംബർ വരെയൊക്കെ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി. ഈ ചെടി നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ പൂത്തുകൊണ്ട് വരും. പിന്നെ വലിയ വളം നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടിയാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലൊക്കെ കൊടുക്കുക. മറ്റുള്ള പൂക്കാൻ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ തന്നെ ഇതിന് കൊടുക്കാറുണ്ട്. കീടശല്യങ്ങളൊന്നും അധികം ഉള്ള ഒരു ചെടിയല്ല. പിന്നെ ഇടയ്ക്കൊക്കെ കമ്പുകൾ ഇങ്ങനെ ഉണങ്ങി വരുന്നതായിട്ടാണ്. അപ്പോൾ ആ ഉണങ്ങി വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ പുതിയ തളിർപ്പുകൾ വരുന്നതായിട്ടും കാണാം. അപ്പം അതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിങ്ങനെ നിലത്തോട്ട് വീഴാതിരിക്കാനായിട്ടും നോക്കണം. നിലത്ത് വീഴുന്ന ആ ഒരു ചില്ലകളിലൊന്നും പൂക്കൾ ഉണ്ടാകത്തില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നിലത്ത് വീഴുന്നുണ്ടെങ്കിൽ അതായത് മതിലിൽ നിന്നൊക്കെ ഇങ്ങനെ താഴേക്ക് കിടക്കുന്നിട്ട് നിലത്തൂടെ പടരുകയാണെങ്കിൽ ആ നിലത്ത് കിടക്കുന്നവയിൽ പൂ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവയൊക്കെ ഒന്നെങ്കിൽ മതിലിന് മുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ പന്തലൊക്കെ ഇട്ടോ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഈ ചെടി ചോദിച്ചുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ എന്നെ വിളിക്കുകയും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം നമ്മളിതിൻ്റെ കുറേ അധികം ചെടികൾ കൊടുത്തെങ്കിലും ഇപ്പം ഞാനിത് എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമുക്ക് ഇതിപ്പോൾ ഈ തൈകളൊന്നും നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുത്താണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തുനിന്ന് എടുത്തു കൊടുക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല റേറ്റാണ് അവർ നമ്മളോട് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്കത് നഷ്ടമായിട്ടും അതുപോലെ തന്നെ അത് കുറേ ദൂരം യാത്രയൊക്കെ ചെയ്ത് വേണം നമ്മൾ ഈ ചെടി എടുത്തുകൊണ്ട് വരാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. ഇനി അടുത്ത വർഷം നമുക്ക് നമ്മുടെ തന്നെ ചെടി ലെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും തൈ
വളരെ എന്താ പറയുന്നത് കുറച്ച് റേറ്റിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അതേ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് എല്ലാവരും അയച്ചു തരാൻ പറയുമ്പോൾ നല്ല പൈസയാകും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഈ ചെടി നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വിഷമമാകും, എനിക്കും അത് ബുദ്ധിമുട്ടാകും. അങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇത് കൊടുക്കാനായിട്ട് മടി കാണിച്ചത്. അപ്പോൾ എല്ലാവരും എന്നോട് വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് ഇടുകയും പലരും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചെടി കൊടുക്കാൻ. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ചെടിയുടെ തൈയുടെ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ഇത് പുറത്തുനിന്ന് എടുക്കുമ്പോൾ നല്ല കോസ്റ്റ്ലി ആകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വില പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. പക്ഷേ എനിക്ക് പ്ലാന്റിനും ഭയങ്കരമായിട്ട് ഗ്യാരണ്ടി ഒന്നും പറയാനായിട്ട് പറ്റില്ല. അത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കൊറിയറൊക്കെ അയക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്ലാന്റിനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പ്ലാന്റ് ആർക്കും അയച്ചു തരാത്തത്. ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും കൂടിയുള്ള ഒരു മറുപടി ഇങ്ങനെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഞാൻ മെസ്സേജൊക്കെ ഇടുമ്പോൾ ചെടി ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെയും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മറ്റെവിടെ നിന്നൊക്കെ ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഒരുപാട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചെടി ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ നിന്നാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. മറ്റുള്ള ചെടിയൊക്കെ വളർത്തുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരുപാട് നമുക്കിത് അത്യാവശ്യം വേണ്ടിയ ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഗാർഡനിൽ, ഭംഗി കൊണ്ടും എല്ലാം കൊണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.